ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ഒഴിവാക്കിയതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് ബോട്ട് ക്ലബ്ബുകൾ. വള്ളംകളി നടത്താൻ സർക്കാർ അനുമതി നൽകണം. വള്ളംകളി മാറ്റിവെച്ചതിനാലുണ്ടായ നഷ്ടം സർക്കാർ നൽകണമെന്നും ബോട്ട് ക്ലബ്ബ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉടൻ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് ബോട്ട് ക്ലബ്ബുകളുടെയും വള്ളമുടമകളുടെയും തീരുമാനം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി മാറ്റിവെച്ചതിനെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കാതിരിക്കുന്നില്ല. അതൊരു തീയതി പ്രഖ്യാപിക്കാതെ തുടർന്ന് കൊണ്ടുപോകുന്നത് തികഞ്ഞ അനീതിയാണെന്നുള്ള രീതിയിലുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. വള്ളംകളി നടക്കാൻ വെറും 8 ദിവസം ബാക്കിയുള്ള സമയത്താണ് ഈ ഒരു വള്ളംകളി മാറ്റിവെക്കുന്ന പ്രഖ്യാപനം ഉണ്ടായത്. ഏകദേശം 80 ലക്ഷത്തിനടുത്ത് രൂപ ഞങ്ങൾക്ക് ഈ ഒരു വർഷം തന്നെ ഈ ഒരു സമയത്ത് ചെലവായിരിക്കുകയാണ്. അത്രയും തുക ഇനിയും ഒരു വള്ളംകളി എപ്പോഴാണ് നടക്കുന്നത് എന്ന് അറിയുന്ന ഒരു സമയത്ത് വീണ്ടും ഞങ്ങൾ മുടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനി തുടങ്ങുമ്പോൾ കളിക്കണം, ഊരുകൊണ്ട് കളിച്ചാൽ മതി എന്നുള്ളതായിരിക്കും അവരുടെ കണക്കൂട്ടില്ലേ. പക്ഷെ അതൊന്നും അല്ല, ചർച്ച നടത്തണം, തീയതി നടത്തണം, നഷ്ടപരിഹാരം ഞങ്ങൾക്ക് നൽകണം. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ ഒരു തീരുമാനം വരുമ്പോൾ അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആ ഒരു തീരുമാനത്തെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് മാറ്റിവെക്കുക, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് മാറ്റിവെക്കുന്നതിനോട് അവർക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ മാറ്റിവെക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു സമയം പറയണം. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം 80 ലക്ഷത്തോളം രൂപ അവർക്ക് ചിലവായി എന്ന് പറയുമ്പോൾ ഇനിയും അത്ര തന്നെ തുക മുടക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു നീക്കം, ഇനിയുള്ളൊരു ഈ നിലപാടിൽ ഇവരുടെ ഒരു നീക്കം എന്താണ് മുന്നോട്ട് പോകുന്നത്? രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ഇത് ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച, അതായത് ഈ കഴിഞ്ഞ 10ാം തീയതിയായിരുന്നു ഈ ജലോത്സവം നടക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആഘോഷ പരിപാടികളെല്ലാം തന്നെ മാറ്റിവെക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളിയും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ബോട്ട് ലീഗും വേണ്ട എന്നുള്ളത്, അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇത് വലിയ രീതിയിലുള്ള നഷ്ടം ബോട്ടുടമകൾക്കും അതുപോലെ തന്നെ ബോട്ട് ക്ലബ്ബുകൾക്കും ഉണ്ടാക്കി എന്നുള്ളതാണ്. കാരണം ഏകദേശം 6 മാസത്തിന് മുമ്പ് തന്നെ ഈ ലീഗുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശീലനം ഉൾപ്പെടെ ആരംഭിക്കുന്ന ഒരു സാഹചര്യം. ഏകദേശം 100ഓളം പേർക്ക് പ്രത്യേക ക്യാമ്പ് സജ്ജീകരിച്ചാണ് ഇത്തരത്തിൽ ഈ പരിശീലനങ്ങളൊക്കെ തന്നെ നൽകുന്നത്. അവർക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു ചിലവുണ്ട്. ഏകദേശം 1 കോടിയിലധികം രൂപ ചിലവാക്കിയാണ് ഒരു വള്ളം നീറ്റിലേക്ക് ഇറക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഇത്തരത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചത് കാരണം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ ദുരന്തത്തെ അവർ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്, ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. പക്ഷേ മറ്റൊരു ദിവസം കണ്ടെത്തിക്കൊണ്ട് ഈ ജലമേള നടത്തണം, അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അത്രയധികം പണം ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാർ ഒരു രീതിയിലുമുള്ള ചർച്ച ഇവരുമായി നടത്തിയിട്ടില്ല, ഈ വള്ളമുടമകളുമായോ അല്ലെങ്കിൽ ബോട്ട് ക്ലബ്ബ് ഭാരവാഹികളുമായോ നടത്തിയിട്ടില്ല എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. ഒപ്പം ഈ ലക്ഷങ്ങളുടെ നഷ്ടം, ഇനി വള്ളംകളി വേണ്ട എന്നാണ് സർക്കാർ പൂർണ്ണമായി തീരുമാനിക്കുന്നതെങ്കിൽ ഈ ലക്ഷങ്ങളുടെ നഷ്ടം ഈ ബോട്ട് ക്ലബ്ബുകൾക്കും അല്ലെങ്കിൽ വള്ളത്തിന്റെ ഉടമകൾക്കും നൽകണമെന്നുള്ളൊരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ബോട്ട് ഉടമകളുടെയും വള്ളമുടമകളുടെയും അതുപോലെ തന്നെ ബോട്ട് ക്ലബ്ബ് ഭാരവാഹികളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട് 3 മണിക്ക്. ഈ യോഗത്തിൽ സമരപരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമാണ് ഇവർ കൈക്കൊള്ളുന്നത്. ഇല്ലെങ്കിൽ അടിയന്തരമായി തന്നെ സെപ്റ്റംബർ മാസത്തിലെങ്കിലും ഇത്തരത്തിൽ ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് സർക്കാർ പോകണമെന്നുള്ളൊരു ആവശ്യമാണ് നിലവിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. റിനു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നഷ്ടം തന്നെയാണ് ബോട്ട് ക്ലബ്ബ് ഭാരവാഹികൾക്കുൾപ്പെടെ ഉണ്ടായിരിക്കുന്നത്. ഒരു താൽക്കാലിക പവലിയന് തന്നെ 14 ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ പവലിയൻ ഉൾപ്പെടെ പൊളിച്ചു നീക്കുന്നത്, മറ്റ് നടപടികൾ, ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുള്ള ചിലവ് അവർക്ക് വഹിക്കേണ്ടി വരുന്നു. അടിയന്തരമായി സർക്കാർ ഒന്നെങ്കിൽ ഇത് മാറ്റിവെക്കുക, അല്ലെങ്കിൽ കൃത്യമായ നഷ്ടപരിഹാരം നൽകുക എന്ന് തന്നെയല്ലേ ഈ ബോട്ട് ക്ലബ്ബ് ഉടമകളുടെയൊക്കെ ആവശ്യം? തീർച്ചയായും ഈ പവലിയനൊക്കെ തന്നെ തയ്യാറാക്കി പ്രത്യേകം ക്രമീകരിച്ചു. ഇനി ചെയർ മാത്രം ഇട്ടാൽ മതിയായിരുന്നു. 8 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകുന്നതും സർക്കാർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനെ ഇവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന പുന്നമട കായലിന്റെ വിവിധ ഭാഗങ്ങളിലായി കെട്ടിയിരിക്കുന്ന പവലിയനെല്ലാം തന്നെ അഴിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ വലിയ രീതിയിൽ ഹൗസ് ബോട്ട് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്.
സമയത്തുണ്ട് ഈ പവലീനുകൾ ഉള്ളത്. ഒപ്പം ഈ പവലീൻ നിർമ്മിച്ച കമ്പനികൾക്ക് അല്ലെങ്കിൽ കരാറെടുത്ത ആളിന് അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അവർക്ക് നിർമ്മിക്കേണ്ട മറ്റ് ഉത്തരവാദിത്തങ്ങൾ കൂടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പവലീനെല്ലാം തന്നെ അഴിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വള്ളം നീറ്റിലിറങ്ങുമ്പോൾ ഏകദേശം 1 കോടിയിലധികം രൂപയുടെ ചിലവ് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ രക്ഷാധികാരികളും അതുപോലെ തന്നെ ബോട്ട് ഭാരവാഹികളും ഒക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ വലിയൊരു നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തുഴച്ചിൽക്കാരെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് പുറത്തു നിന്നൊക്കെ തന്നെ തിരഞ്ഞെടുത്ത് അവർക്ക് കൂലി നിശ്ചയിച്ച് അവർക്ക് പ്രത്യേക ഓഡിറ്റോറിയം സജ്ജീകരിച്ച് അവർക്ക് ഭക്ഷണം ഒരുക്കി അവർക്ക് ക്യാമ്പുകൾ സജ്ജീകരിച്ച് പരിശീലനം ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നെഹ്റു ട്രോഫി വള്ളംകളിയോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗോ മാറ്റിവെക്കരുത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും അത് ക്യാൻസൽ ചെയ്യരുത് എന്നുള്ളതാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത്. അടുത്ത മാസം കൃത്യമായി തന്നെ ഇതിനൊരു ഡേറ്റ് കൃത്യമായി തന്നെ സർക്കാർ മുന്നോട്ട് വെക്കണം എന്നുള്ളത്. എങ്കിൽ മാത്രമേ ഈ പിരിച്ചുവിട്ട ക്യാമ്പുകൾ നിലവിൽ ഇപ്പോൾ ഈ നെഹ്റു ട്രോഫി വള്ളംകളി അടക്കം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ക്യാമ്പുകളെല്ലാം തന്നെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്നൊരു ഡേറ്റ് പ്രഖ്യാപിച്ച് ഈ ക്യാമ്പുകളെല്ലാം തന്നെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ മത്സരത്തിന് വേണ്ടി ചിലവാക്കിയതോടുകൂടി തന്നെ വലിയ നഷ്ടമാണ് ബോട്ട് ക്ലബ് ഭാരവാഹികൾക്ക് ഉൾപ്പെടെ ഉണ്ടായത്. അടിയന്തരമായി സർക്കാർ ഇടപെടണം, ഒരു തീയതി പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് ഈ ഉടമകളുടെയും ആവശ്യം. അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ഇവർ അറിയിക്കുന്നത്. വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്.